guys, welcome back to Creative Bliss by Nasifa. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജേർണൽ ഐഡിയാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഈ ഒരു വീഡിയോ കുറേ ആയി ഷൂട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട്, പക്ഷേ എക്സാം ആയതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് തിങ്സ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടാവുമല്ലോ, ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പേജിൽ എഴുതി വെക്കുന്നതാണ്. അതേപോലെ ഈ ഒരു ജേർണലിൽ നിങ്ങൾക്ക് ഡെയിലി ആയിട്ടും വീക്ക്ലി ആയിട്ടും മന്ത്ലി ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇത് ഒരു ലിസ്റ്റ് പോലെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കിത് പോയിൻ്റായിട്ടും പോയമായിട്ടും സ്റ്റോറിയൊക്കെ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പേജ് എന്ന് പറയാനായിട്ട്. ഇനി നമ്മൾ അടുത്ത പേജിൽ ചെയ്യാൻ പോകുന്നത് അബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മളെക്കുറിച്ച് എഴുതുന്ന ഒരു പേജാണ്. ആക്ച്വലി ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ച് എഴുതുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ ഞാനിവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്സ്, ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്, ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബീസ്, ലൈക്സ്, പിന്നെ എൻ്റെ ബർത്ത്ഡേ ഡേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇത് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ള എല്ലാ ജേർണലിംഗ് ഐഡിയാസും ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇതല്ലാതെയും ഞാൻ കുറച്ച് ജേർണലിംഗ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ജേർണലിംഗ് എന്ന് പറയാനായിട്ട്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിംഗ് ആണ്. വിഷ് ലിസ്റ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമുക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പേരൊക്കെ എഴുതി വെക്കുന്ന ഒരു ജേർണലിംഗ് പേജാണ് ഇത്. അതേപോലെ ഈ ഒരു പേജ് ഞാൻ ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു കോളം വരച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വിഷ് ലിസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള ഐറ്റംസ് ഒക്കെ ആ കോളമിൻ്റെ അകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വിഷ് ലിസ്റ്റ് പേജുള്ളത്. എന്നാൽ അടുത്ത പേജ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിംഗ് ആണ്. ഞാനങ്ങനെ ഒരു മ്യൂസിക് പേഴ്സൺ അല്ല, എന്നാലും നമുക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എഴുതി വെക്കാനാണ് ഈ ഒരു പേജ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ജേർണലിംഗ് അല്ലാതെ നിങ്ങൾക്ക് മൂവീസ് ഐ വാച്ച്, തിങ്സ് ഐ ലവ്, തിങ്സ് ഐ നീഡ് ടു സ്റ്റോപ്പ്, ഇതേപോലത്തെ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന വേണ്ടിയിട്ട് ചെയ്യാതിരിക്കേണ്ട, ഞാനൊരു പേജ് ഫിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പേജ് നമ്മൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അപ്പോൾ അടുത്ത പേജ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോസിറ്റിവിറ്റി കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് കേട്ടോ. ഈ ഒരു ചാനൽ എന്ന് പറയാനായിട്ട് നമുക്കിങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട്, അതായത് ഒരു മൂഡ് ഓഫ് അടിച്ചിട്ടിരിക്കുന്ന ടൈമിനൊക്കെ ഈ ഒരു ബുക്ക് എടുത്ത് വായിച്ചാൽ അതൊക്കെ ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഞാൻ അധികവും ഇങ്ങനത്തെ കോട്ട്സൊക്കെയാണ് ഞാൻ ഈ ഒരു ബുക്കിൽ എഴുതി വെക്കാറുള്ളത്. നിങ്ങൾക്കിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ജേർണലിംഗ് ഐഡിയാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫുൾ ഫ്ലിപ്പ് ത്രൂ കണ്ടാലോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.